ഇടുക്കി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിൽ തന്നെ കുട്ടികൾക്ക് താമസ സൗകര്യമൊരുക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൈനാവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ 16 മുറികൾ നഴ്സിംഗ് കോളേജിലെ പെൺകുട്ടികൾക്കായി വിട്ടുനൽകും. മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഹോസ്റ്റലിൽ 18 മുറികൾ ഒഴിവുണ്ട്. ഇതും നഴ്സിംഗ് കോളേജ് കുട്ടികൾക്ക് നൽകും. രണ്ടിടത്തുമായി 136 കുട്ടികളെ താമസിപ്പിക്കാം. ഇതോടെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും ഹോസ്റ്റലാകും. അത് പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഏകദേശം 32 റൂമുകളുണ്ട്. ഒരു 16 റൂമുകൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് ഈ കുട്ടികളുടെ അക്കോമഡേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ ഇന്നായിട്ടുണ്ട്. അപ്പോൾ 16 റൂമുകളിൽ ഏകദേശം 3-4 സ്റ്റുഡൻസ് വെച്ച് 64 കുട്ടികളെ നമുക്ക് അവിടെ പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആൺകുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് ജീവനക്കാർ താമസിക്കുന്ന സ്ഥലം വിട്ടു നൽകും. ഇതിന് 2 മാസം സമയം വേണ്ടിവരും. കളക്ടറുടെ അധ്യക്ഷതയിൽ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.